എല്ലാവർക്കും നമസ്കാരം. വിഷ്ണുവിൻ്റെ ദ്വാദശ നാമങ്ങൾ ഒന്ന് പരിചയപ്പെട്ടാലോ? ഈ നാമങ്ങൾ അതിവിശിഷ്ടങ്ങളാണെന്ന് കൂർമ്മ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഈ 12 നാമങ്ങളുടെ അർത്ഥവും പ്രാധാന്യവും എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഓം കേശവായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം മനോഹരമായ കേശങ്ങളുള്ളവനും ബ്രഹ്മാവിനെയും ശിവനെയും സൃഷ്ടിച്ചവനുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം ഇത് ഭഗവാന്റെ ആദിമരൂപത്തെയും സൃഷ്ടികർത്താവിനെയും സൂചിപ്പിക്കുന്നു. എല്ലാ മംഗളകരമായ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ ഈ നാമം ഉത്തമമാണ്. ഓം നാരായണായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം നരന്മാരുടെ അഥവാ മനുഷ്യരുടെ ആശ്രയവും ജലത്തിൽ ശയിക്കുന്നവനുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനും സകല ജീവജാലങ്ങൾക്കും അഭയം നൽകുന്നവനുമാണ് നാരായണൻ. അതുകൊണ്ട് തന്നെ ഈ നാമം നമുക്കെല്ലാവർക്കും മോക്ഷപ്രാപ്തി നൽകുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഓം മാധവായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം മാധവ വംശത്തിൽ പിറന്നവനും ലക്ഷ്മി ദേവിയുടെ പതിയും അറിവിൻ്റെ അധിപനുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം സമ്പത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ദാതാവായി ഈ നാമം കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിൽ ഐശ്വര്യവും ജ്ഞാനവും ലഭിക്കാൻ ഈ നാമം നാം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം ഗോവിന്ദായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം ഗോക്കളെ, നമ്മുടെ പശുക്കളെ സംരക്ഷിക്കുന്നവനും ഭൂമിയെ സംരക്ഷിക്കുന്നവനുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം ഭക്തരെ കാത്തുരക്ഷിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നവനുമാണ് ഗോവിന്ദൻ. സംരക്ഷണം ലഭിക്കാൻ ഈ നാമം നിത്യവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം വിഷ്ണവേ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനും എല്ലാം ഉൾക്കൊള്ളുന്നവനുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം സർവ്വവ്യാപിയായ പരമാത്മാവാണ് വിഷ്ണു. എല്ലാ തടസ്സങ്ങളെയും നീക്കി വിജയത്തിലേക്ക് നയിക്കാൻ ഈ നാമം സഹായിക്കുന്നു. ഓം മധുസൂദനായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം മധു എന്ന അസുരനെ കൊന്നവനായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം തിന്മകളെയും ദുഷ്ടശക്തികളെയും നശിപ്പിക്കുന്നവനാണ് മധുസൂദനൻ. അതുകൊണ്ട് തന്നെ ശത്രുദോഷം മാറാനും അതുപോലെ തന്നെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനും ഈ നാമം വളരെ ഫലപ്രദമാണ്. ഓം ത്രിവിക്രമായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം 3 ലോകങ്ങളെയും തൻ്റെ കാൽവെപ്പ് കൊണ്ട് അളന്നവനുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം ലോകങ്ങളെ അടക്കി ഭരിക്കുന്നവനും എല്ലാവിധ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്നവനുമാണ് ത്രിവിക്രമൻ. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയും നേരിടുന്നതിന് വേണ്ടി ഈ നാമം നിത്യവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം വാമനായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം വാമനാവതാരമെടുത്തവൻ എന്നാണ്. ഇതിൻ്റെ പ്രാധാന്യം വിനയവും എളിമയും വളർത്തുന്നതിനും ആഗ്രഹം പൂർത്തിയാക്കുവാനും ഈ നാമം വളരെ സഹായകമാണ്. ഓം ശ്രീധരായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം സ്ത്രീയെ അഥവാ ലക്ഷ്മിയെ ധരിക്കുന്നവനും സമ്പത്തും ഐശ്വര്യവും നൽകുന്നവനുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം സമ്പത്തും സമൃദ്ധിയും നൽകുന്നവനാണ് ശ്രീധരൻ. സാമ്പത്തിക ഉന്നമനത്തിനും സുസ്ഥിതിക്കും ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം ഋഷികേശായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം ഋഷികളെ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അധിപനാണ് ഋഷികേശൻ. അതിനാൽ തന്നെ ആത്മനിയന്ത്രണത്തിനും ഏകാന്തതയ്ക്കും ഈ നാമം നിത്യവും ജപിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഓം പത്മനാഭായ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥം താമരപ്പൂവ് പൊക്കിളിൽ ഉള്ളവൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഉത്ഭവസ്ഥാനം. പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവുമായ ഭഗവാന് നമസ്കാരം എന്നാണ്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരതയും നിലനിൽപ്പിനും നൽകുന്നവനാണ് പത്മനാഭൻ. കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതിന് ഈ നാമം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഓം ദാമോദരായ നമഃ. ശ്രീകൃഷ്ണ ഭഗവാന് ഈ നാമം ലഭിച്ചത് യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാനെ
കയറിൽ കെട്ടിയപ്പോഴാണ്. അതിനാൽ തന്നെ ഭക്തരുടെ സ്നേഹത്തിന് വഴങ്ങുന്ന ഭഗവാനാണ് ദാമോദരൻ എന്നും ഉദ്ദേശിക്കുന്നത്. ഈ നാമത്തിൻ്റെ പ്രാധാന്യം ഭക്തവാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായതിനാൽ ഇത് ഭഗവാനോടുള്ള ആഴത്തിലുള്ള ഭക്തിക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഈ 12 നാമങ്ങളാണ് വിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട ദ്വാദശ നാമങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.